കഫക്കെട്ടും ചുമയും കുറച്ചൊന്ന് ഭേദമായപ്പോൾ പിന്നെ പുറത്തു കൂടെ ഉള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കണം തോന്നി. ഉള്ളും പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ചുമയും ജലദോഷവും പൊടി അലർജി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാനും അനുമോളും കൂടിയിട്ട് പുറത്തുള്ള വേസ്റ്റും കണ്ടൊക്കെ കത്തിച്ചു. പിന്നെ ഉള്ളും പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. തിരുവാതിരയല്ലേ വരുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വീട്ടിലേക്കൊക്കെ പോകണം. അതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ മമ്പണി എടുക്കാറുണ്ട് കേട്ടോ. മമ്പണി ഇപ്രാവശ്യം എടുത്തിട്ടില്ല, തീരെ വയ്യ. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂം, ഞാനിപ്പോൾ അമ്മയുടെ റൂമിലാട്ടോ ഞങ്ങൾ കിടക്കാറ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഞങ്ങളുടെ റൂമിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ കിടക്കാറ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി മാറാല തട്ടണം. അടിഭാഗം കിടക്കണുണ്ടോ, മാറാല തട്ടിയിട്ടാണ്ടോ കിടക്കണം. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പൊടിയും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അനുമോള് അടുക്കളയിൽ ഗംഭീര പണി നടക്കുന്നുണ്ട്. കിഴങ്ങ് വറക്കുക കേട്ടോ. രാവിലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കായപ്പേരി ആയിരുന്നു. അപ്പോൾ അത് ഏട്ടന് കൊടുത്തയച്ചു. ലേശം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അനുമോൾക്ക് ചോറിനാൻ അവൾക്ക് കിഴങ്ങ് വറുത്ത് മതി പറഞ്ഞിട്ട് അവൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു ഭാഗം ഫുള്ള് ഇത്രയും ഭാഗങ്ങൾ വൃത്തിയാക്കി, ഉള്ളും പുറമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോനെ